മാതാപിതാക്കളില്ലാതെ വളർന്ന അഭിജിത്ത് ഒരു ചെറിയ ഓട്ടോ റിപ്പയർ കടയിൽ മെക്കാനിക്കായിരുന്നു. എന്നാൽ അയാളുടെ വലിയ സ്വപ്നം കാറുകളുടെ വലിയ ഗാരേജ് തുടങ്ങുക എന്നതായിരുന്നു. ഒരു ദിവസം ഒരു ദുരന്തം സംഭവിച്ചു. അഭിജിത്ത് തന്റെ ചെറിയ വർക്ക്ഷോപ്പ് കൊള്ളയടിച്ച നിലയിൽ കണ്ടെത്തി. തന്റെ ഉപകരണങ്ങളെല്ലാം മോഷ്ടിക്കപ്പെട്ടു. നേരത്തെ തന്നെ പ്രതിസന്ധിയിലായ ബിസിനസ്സിന് ഇത് വലിയ തിരിച്ചടിയായി. തന്റെ ശ്രമങ്ങളെല്ലാം പാഴായതുപോലെ അയാൾക്ക് തോന്നി. എന്നാൽ വിട്ടുകൊടുക്കാൻ അഭിജിത്ത് തയ്യാറായില്ല. വാഹനത്തിന്റെ അറ്റകുറ്റപ്പണികൾക്കായി ഇടയ്ക്കിടെ വരുന്ന ഒരു പ്രാദേശിക ഡ്രൈവറായ കാളിദാസൻ തന്റെ ആദ്യ ക്ലയന്റ്. സഹായത്തിനായി അഭിജിത്ത് കാളിദാസന്റെ അടുത്തെത്തി. അഭിജിത്തിന്റെ നിശ്ചയദാർഢ്യവും കഠിനാധ്വാനവും തിരിച്ചറിഞ്ഞ കാളിദാസൻ അയാളെ സഹായിക്കാൻ തീരുമാനിച്ചു. കാളിദാസൻ അഭിജിത്തിന് സ്ഥലവും കുറച്ച് മുറികളും ലഭിക്കാനുള്ള സഹായം ചെയ്തു. തങ്ങളുടെ സമർപ്പണത്തിലൂടെയും ഗുണനിലവാരമുള്ള സേവനത്തിലൂടെ ഒരുമിച്ച് പ്രവർത്തിച്ചപ്പോൾ കൂടുതൽ ക്ലയന്റുകൾ വന്നു തുടങ്ങി. ഓരോ ദിവസവും കാളിദാസന്റെ സഹായത്തോടുകൂടി അഭിജിത്തിന്റെ ചെറുകിട ഗാരേജ് വളർന്നു. അവിടെ നിന്ന് അഭിജിത്ത് പതിയെ സ്വന്തം വലിയ ഗാരേജ് രൂപപ്പെടുത്താൻ തുടങ്ങി. വലിയ ഗാരേജിന് പുറമെ അയാൾ ഗുണമേന്മയുള്ള സേവനങ്ങൾ നൽകാനും വാഹനപ്രേമികളുമായി ഇടപഴകാനും ശ്രമിച്ചു. കാളിദാസന്റെ സന്മനസ്സും തന്റെ അതുല്യ പരിശ്രമവും കൊണ്ട് അഭിജിത്തിന്റെ ജീവിതം ഒരു മഹത്തായ വിജയകഥയായി മാറി.